ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ലോഗ്. ഇന്ന് ഞാൻ ടൗണിൽ പോവാണ് ഗൈസ്. ഇന്നലെ കൽപ്പറ്റയല്ല മേപ്പാടി കൊണ്ടുവച്ച ട്രൗസറായിട്ട് ഇതാക്കാൻ വെച്ച പാൻറ്റിനെ ഇന്ന് എടുക്കാൻ പോണെന്ന്. ഒരു 2 മണിയാകുമ്പോഴത്തേക്ക് പോകണമെന്നുണ്ട്. ഒരു 2 മണിയാകുമ്പോഴത്തേക്ക് ടൗണിൽ പോകണം. പിന്നെ അത് എടുത്തിട്ട് പിന്നെയും തിരിച്ചു വരണം. അതേപോലെ ആക്കാൻ വേണ്ടി വെച്ച് എന്തോ ട്രൗസർ പോലെ പാൻറ് മുറിച്ച് അതും കൊളായി. പിന്നെ അങ്ങനെ ടൗണിക്ക് കൊണ്ടുപോയി കൊടുത്തതാ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വേണം അതൊന്നും എടുക്കാൻ പോകണമെങ്കിൽ. നമ്മുടെ അടുത്ത് കുറേ നേരം വെള്ളം കോരിയിട്ടുണ്ടല്ലോ. ഇതിൻ്റെ ഉള്ളിൽ കമ്മയ്ക്ക് കൈ എത്തണില്ല, ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കൈ എത്തണില്ല. ഇത് എന്നെ പറഞ്ഞിട്ട് എനിക്ക് പിന്നെയും പണിതാ. പിന്നെ ഈത്ത വെള്ളം കോരണം, ഈത്ത വെള്ളം മൊത്തം കളയണം. എൻ്റെ അതിൻ്റെ ഉള്ളിൽ എത്തുള്ളൂ, അത്ര നീളമുള്ള കൈ ആയതുകൊണ്ട്. മുക്കിളി ഞാൻ ഒന്നും നോക്കിയില്ല. ഡ്രം അങ്ങോട്ട് മറച്ചിട്ടതാ. ഡ്രം മൊത്തം മറിച്ചിട്ട് ഈത്ത വെള്ളം മൊത്തം അങ്ങോട്ട് പോയിക്കണേ. തോട്ട് കയ്യുവാതൊക്കെ മൊത്തം വെള്ളം മറിഞ്ഞ ഇത് ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം തോട് നിറഞ്ഞ അത് അവിടെയൊക്കെ പാതതാ പോണ്. അതിൽ കൂടെയൊക്കെ പാതയൊക്കെ പോയിട്ട് എന്ത് വെള്ളം മൊത്തം മറിച്ച് കഴിഞ്ഞ് കഴിച്ചോ. ഉണ്ണിയടുത്ത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ടൗണിക്ക് പോവാ, എന്നിട്ട് അവൻ്റെ അമ്മ ഇപ്പൊ പൈസ കൊടുക്കൂലാന്ന്. ഇപ്പൊ പൈസ കൊടുക്കൂല. ഇന്നലെ പനി അടിച്ച് ചെക്കണതാ. ഇന്നലെ പനി അടിച്ച് ചെക്കപ്പോ മുടിയൊക്കെ വളർത്തിയിട്ട് ഇങ്ങോട്ട് വന്നേക്കണം. ഉണ്ണിയാ ചാർജ് ഉണ്ട്? എത്ര പൈസ ചാർജ് ഉണ്ട്? എന്തുണ്ണി പോണ്ടേ ടൗണിക്ക്? ഉണ്ണിയെ ടൗണിക്ക് പോണ്ടേ? എനിക്ക് ഇത് മേടിക്കണ്ട്. നീമാ അത് അവരൊക്കെ ഉണ്ട്. എൻ്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ട്? ഉണ്ണി പോണ്ട്. നീ ഇവൻ ഇങ്ങനെ കളിച്ചോണ്ട് മൊബൈൽ കളിച്ചോണ്ട് എനിക്ക് സാധനങ്ങളൊന്നും മേടിക്കാൻ പോകാൻ പറ്റൂല. ഇതെന്റെ ബർത്ത്ഡേക്ക് കൊണ്ടുവന്ന തൊപ്പി. അച്ചുസ്വാമി ഇങ്ങനെയൊക്കെ എന്താ എവിടെയൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ഒരു വെയില് കണ്ടോ? ഇവിടെ ചുറ്റി മരല്ല. ഇവിടുന്ന് വെയിൽ ഇപ്പൊ ഒരു മണിയായിട്ടുള്ളൂ. ഇപ്പൊ ഒരു വൈകുന്നേരം ടൈം പോലെ വെയിൽ ആ ഭാഗത്ത് ആ മൂലയ്ക്ക് നിന്നിട്ട് വരുന്നു. എന്ത് നോക്ക്, ഏറെ ഭൂമിന്റെ ഓരോ ഇത് എനിക്ക് പറ്റണില്ല കേട്ടോ. ഇടയ്ക്ക് നട്ടുച്ചയായി ഉണ്ടാവും വെയിലിന് നേരെ തലേന്റെ നേരെ ഉണ്ടാവും. വെള്ളത്തിൽ ഇറങ്ങിയ ഇവിടെ ഫുള്ള് ചളിയാ, മുട്ടുവരണ്ടാവും ചളി. ആ വെള്ളത്തേക്ക് ഒന്നും ഇറങ്ങാൻ പറ്റൂല. ആര്? ഇച്ചാച്ചിയോ? ഇച്ചാച്ചിയല്ല, ഹിറ്റാച്ചി. കൂടെ കുറെ വട്ടം പോയെങ്കിലും എനിക്ക് ആ സാധനം എന്താ മനസ്സിലായില്ല. ആ വടി പോലത്തെ എന്താ സാധനം എന്ന് എനിക്ക് മനസ്സിലായില്ല. അറിയുന്നവര് കമന്റ് ചെയ്യട്ടോ, അറിയുന്നവര് കമന്റ് ചെയ്യാം. എനിക്ക് അറിയില്ല എന്താ സാധനം എന്ന്. ആ ഉണ്ണി കുറച്ച് നീങ്ങും. ഉണ്ണിയെ അത് കുടിച്ചോട്ടെ. ഇവിടെ കൊറേ കഴിഞ്ഞിട്ട് കറുപ്പ് സോഡാന്നൊക്കെ, കറുപ്പ് സോഡ, ജീരക സോഡ, കറുത്ത സോഡ. മേടിച്ചുണ്ടല്ലോ വെള്ള സോഡ. രസണ്ട്. അതൊക്കെ ഉണ്ട്. ആ സോഡ ഇഞ്ചിന്റെ തോന്നണേ, ഇഞ്ചിന്റെ സോഡ. ഉണ്ണി നാരങ്ങന്റെ സോഡ എടുത്തേ, കാണിച്ചു കൊടുത്താ. ഒരു സോഡയും കൊടുത്തു. കുടിച്ചു കഴിഞ്ഞാൽ മറ്റേ വെള്ള സോഡ കുടിക്കുമ്പോണ്ടല്ലോ, വെള്ള സോഡ കുടിച്ചിട്ട് ഗ്യാസിന് പുറത്ത് വരുമ്പോ നെഞ്ചൊക്കെ ഇങ്ങനെ എരിയാവൂ. അച്ഛനത് എങ്ങനെ കുടിച്ചതൊന്നും എനിക്കറിയില്ല. ഞാനതും കുറെ കുടിച്ചിക്കണേ. ആ എന്താ ചെയ്യ, ഗ്യാസ് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോണ്ടല്ലോ അമ്മയെ നെഞ്ചൊക്കെ ഇങ്ങനെ എരിയാ. മറ്റേ ഇഞ്ചിന്റെ എന്തൊക്കെയോ ചോലയൊക്കെ, ഇഞ്ചിന്റെ സോഡ. ആ വെള്ള ഇഞ്ചിന്റെ ആയിരുന്നു. പിന്നെ ഗ്യാസ് പുറത്തേക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് അത് ഇഞ്ചിന്റെ ആണ്. അല്ല ടൗണിൽ ആരൊക്കെ വരുന്നത്? ഉണ്ണിയല്ലേ? അച്ഛൻ വരുന്നുണ്ടോ? എടാ ഞാൻ വണ്ടി കൂലി എടുക്കാം. എങ്ങോട്ട്? എപ്പോ പോണ്? അന്ന് നമുക്കിപ്പോ പോവാ. പൈസ കിട്ടിയിട്ട് കൈസ് നേരെ പോയിട്ട് ട്രൗസർ അങ്ങോട്ട് എടുക്കുന്നു. അമ്മ അച്ഛൻ്റെ വീൽ ചെയറിലൊക്കെ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുക. അച്ഛൻ്റെ വീൽ ചെയറിലൊക്കെ കയറി ഇരുന്നിട്ടുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചളിക്കുക വണ്ടി. ഉണ്ണിയുടെ ഡ്രസ്സായിട്ട് ഉണ്ണി ഇത് അതിൻ്റെ ഷൂ ആണ് കളറായത്. ആ അത് എനിക്ക് പാൻറ് തയ്ക്കാൻ കൊടുത്തിരുന്നു.
വന്നില്ല, കൊറേ നേരമായി നോക്കിയാണ് ബസ് ഇത്രയായിട്ട് വന്നില്ല. എന്ത് വെയിലറിയോ, വൈകുന്നേരം ആയ പോലെ ഉണ്ട്. എന്നിട്ട് ചെക്ക അവിടെ കൊറേ നേരമായി ബസ് നോക്കിയിരിക്കണം, പക്ഷെ ബസ്സൊന്നും വന്നിട്ടില്ല. എത്ര നേരമായി നോക്കിയിരിക്കണം, ബസ് വന്നിട്ടേ ഇല്ല. കൊറേ നേരം ഇവിടെ നിൽക്കും. ഇനി അവിടെ പോയിട്ട് അയാളെ വിളിക്കാന്ന് പറഞ്ഞു, നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അയാള് ഇതായിട്ട് വിളിച്ചില്ല. അങ്ങോട്ട് ഉച്ചയ്ക്ക് പോകാനാ പറഞ്ഞേ, അല്ലെങ്കിൽ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഉച്ചയ്ക്ക് പോകാൻ പറഞ്ഞിട്ട് വൈകുന്നേരം 2-3 മണിക്ക് ആയപ്പോഴാണ് പോണ്. അയാളെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഇതായിട്ട് വിളിച്ചിട്ടില്ല. ഇനി വിളിക്കുമെന്നൊന്നും അറിയില്ല എനിക്ക്. വിളിക്കൂലായിരിക്കും, ചിലപ്പോൾ പോയോട്ടെ. ഇപ്പോൾ തയ്ച്ചില്ലെങ്കിൽ അവിടെ തന്നെ ഞാൻ തയ്പ്പിക്കും. നാളെ എങ്ങോട്ടേലൊക്കെ ട്രിപ്പ് പോകാന്ന് പറഞ്ഞിട്ട് തയ്പ്പിക്കും ഞാൻ, തയ്ച്ചില്ലെങ്കിൽ. നേരെ പോയിട്ടേ സാധനം മേടിക്കട്ടെ. അവര് ആക്കി വെച്ചോന്നൊന്നും അറിയില്ല. റോഡ് ക്രോസ് ചെയ്തിട്ട് നേരെ പോയിട്ട് ചോദിക്കട്ടെ. അവിടെ അവരാക്കി വെച്ചോന്നും അറിയില്ല. ഇപ്പൊ ക്രോസ് ചെയ്യണേ പിന്നെയാണ് അവൻ കൂട്ടണ്ട ചോദിച്ചിട്ട് ഞാൻ വർത്തനം പറഞ്ഞു പോവാ. മൂപ്പര് ഇപ്പൊ എത്തിയിട്ടേ ഉള്ളൂതാ. ഇന്നലെ ഇത്തെ 18-ാം പടീന്റെ ഇവിടെ എത്തിയതാ. 18-ാം പടീന്റെ ഇവിടെ ഞാൻ കേറിയോ ഉണ്ണിയെ. ഐ എം സോ എക്സൈറ്റഡ്. എക്സൈറ്റഡ് ഞാൻ തൊള്ളയില് വരുന്നേ. ഇതല്ലേടാ ഇതന്നെയാണോ? ഇതല്ല, ഇതന്നെ പോടാ. ഇതല്ലാടാ, ഇതന്നെയാണ്. ഇതല്ല നമ്മളിങ്ങനെ നമ്പർ ഉണ്ടോ? അവിടെ കട തുറന്നിട്ടില്ല, ചോദിച്ചു നോക്കാം. അപ്പുറത്തെ കട ഇപ്പൊ അടച്ചേ. എപ്പോഴാ? നാളെയോ? എത്ര മണിയാകുമ്പോ? കട എപ്പോഴാ അടയ്ക്കുന്നത്? ആ കട അവിടെ പോയി നോക്കി, അവിടെ പക്ഷേ തുറന്നിട്ടില്ല. ഞാൻ കുറെ അങ്ങോട്ട് നോക്കി. ഞാൻ ഇതേത കടയൊന്നും ഞാൻ പോയി പെട്ടു. അതിന്റെ ഫ്രണ്ടിലൊക്കെ എന്തൊക്കെയോ വലിച്ചിട്ടിട്ട് ഞാൻ ഈ കട മാറിയിട്ടുണ്ടാവും. ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ഒരു ഉച്ചയ്ക്ക് വരാൻ വേണ്ടി പറഞ്ഞാ. ഇവനെ കുറെ വിളിച്ചു കേട്ടി. അവൻ വീട്ടിലോ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇപ്പൊ വൈകുന്നേരം പോയിട്ട് പിന്നെ കട തുറക്കുവോ? അയാള് പോയി. ഇപ്പൊ നാളെ വരണതിന്. പക്ഷേ ഞാൻ ഒന്ന് പോയി നോക്കിയിട്ടേ. അവിടെ ടൗണിൽ ഇറങ്ങി അവിടെ നടന്ന് അവിടെ എന്നിട്ട് കടയിൽ പോയി നോക്കിയാണ് ഞാനും ഉണ്ണി കൂടി. അവിടെ തുറന്ന് വെച്ച് പോയി നോക്കിയാ അവിടെ തുറന്നിട്ടില്ല. ഞാൻ വേറെ കടയിൽ കയറി പോയി വെച്ചിട്ട് അവിടെ നോക്കി. അയാൾക്ക് ചോദിച്ചു നോക്കി, അവര് അടച്ചിട്ട് പോയി. ഇന്ന് ഞായറാഴ്ച ഇല്ല, അത് പറയേണ്ട അമ്മന്നാ. ഞാൻ മറന്നു. ഞായറാഴ്ച ഞാൻ ഇപ്പൊ ഉച്ചക്ക് പോവാൻ വേണ്ടിന്നാ. എന്നിട്ട് വൈകുന്നേരം പോയത് നോക്ക്. ഇതിപ്പോ ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? ഇനി നാളെ പോണ്ടേ വരും. നാളെ പോവാ. വണ്ടിക്കൂലിയാ? ദിവസം വണ്ടിക്കൂലിയല്ലമ്മ. ഇന്ന് രണ്ടാൾ ഇത് 26 ഒറ്റയ്ക്ക് പോവാ. അറിയാമ്മ, ഞാൻ ഒറ്റയ്ക്ക് പോണ്ടേ വെച്ചിട്ട് അന്ന് തന്നെ അവിടെ കുറെ ആൾക്കാരുണ്ട്, അതുകൊണ്ട് അവന് കൂട്ടി പോയത്. നാളെ ഒറ്റയ്ക്ക് പോവാ. നാളെ ഇതൊക്കെ നാളെ ഒറ്റയ്ക്ക് പോവാമ്മ. നാളെ ഒറ്റയ്ക്ക് പോവാ. ഒറ്റയ്ക്ക് പോവാ. നാളെ ഒറ്റയ്ക്ക് പോവാ. ഇതാണ് മീന്. ഇതാണ് ഗപ്പി. ഗപ്പിയോ? എന്നറിയിച്ചു തൊപ്പിന്നാ. ഇതില് എന്റെ തയ്യില്ല. എന്നാ പുതിയതോ? ചായ വൈകുന്നേരം ഇപ്പണ്ടല്ലേ. എന്ത് തണുപ്പൊന്നും പറയാൻ പറ്റില്ല. എന്റെ മോന് എന്ത് തണുപ്പറിയോ? മൂക്കൊലിച്ചങ്ങ് എത്തിക്കണ മോനെ. കിങ്ങിണിയൊക്കെ കടന്ന് ഉറങ്ങണ പേരും പറഞ്ഞിട്ട് മൊബൈൽ കളിച്ച് പാട്ടും കേട്ടോട്ടെ. ഇതെന്താ? ഇത് ആരുതാ? ഇതാരുതാ? നീനെ കേട്ടോ. എനിക്ക് പാട്ട് കേക്കണ്ട. ഞാന് ടിവിയിൽ ഫെജോന്റെ പാട്ട് കേട്ട്. ഏതാ പുതിയ പാട്ടില്ലേ? ഏതാ? ഇനിമയല്ല, പുതിയ പാട്ട്. അത് അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോട്ടെ ആ പാട്ട്. എന്ത് തണുപ്പ് പറയോ. കുളിക്കണ കാര്യം പറയലേ, കുളിക്കണ കാര്യം ഒന്നും പറയലേ. കുറച്ച് പുതപ്പാട്ട് തണുക്കണ്. കാലൊക്കെ തണുക്കണ്. പുതപ്പ് ഇത് പുതപ്പല്ലല്ലോ. ഇത് പുതപ്പൊന്നും അല്ലേ. നോക്ക്, ബെഡ്ഷീറ്റ്.
ഇനി കുറച്ചൊരു ഹോട്ട്സ്പോട്ട് ഓണാക്കി ആണെങ്കിൽ ഞാൻ കുറച്ചേരം മൊബൈലിൽ എനിക്കും കളിക്കായിരുന്നു എന്റെ റൂമിൽ പോയിട്ട്. 90 കഴിഞ്ഞ് ഞാൻ ഉച്ചക്കൊക്കെ തോനെടുത്ത് ഞാനധികം എടുത്തിട്ടും കൂടി ഇല്ല, ഇനി കുറച്ചേരം എടുത്തുള്ളൂ. അപ്പത്തേക്ക് ഇവിടെ മൊബൈലിൽ 90% കഴിഞ്ഞ്. അത് ഞാൻ എന്ത് ചെയ്യാനോ അല്ലേ ഇവിടെ തീർത്ത് രാവിലെ തൊട്ട് ഇരുന്ന് റീൽസും കണ്ടിക്കോ. റീൽസ് ഏതാ പാട്ട് എനിക്കൊന്നും വേണ്ട. ഞാൻ ടി വിയിൽ കേട്ടോല്ലോ, ടി വിയിൽ അച്ഛൻ്റെ ഹോട്ട്സ്പോട്ട് ഇതാക്കിയിട്ട് ടി വിയിൽ നേരത്തെ കുറേ പാട്ട് സൗണ്ട് കൂട്ടി വെച്ച് എന്ത് ഫീല്. നീ പാട്ട് നീ ഉറങ്ങണ പേരും നാളെ പരീക്ഷ ഉണ്ട്. ഏത് ഇംഗ്ലീഷും ബയോളജി. അമ്മ അമ്മ കിങ്ങിണിക്ക് നാളെ ഇംഗ്ലീഷും മലയാളം പരീക്ഷ ഉണ്ട്. എന്നിട്ട് ഇവിടെ ഞാൻ പഠിക്കൂ. എന്നിട്ട് ഇവളെ ഹെഡ്സെറ്റ് കുത്തിയിട്ട് മൊബൈലിൽ പാട്ടും കേട്ട് കടന്നുറങ്ങുക. വീട്ടിലേ ടി വി ഒക്കെ ഇറക്കിയില്ലേ, ഏത് സാധനം നോക്ക്. സാംസങ് വേറെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ണി തിളങ്ങി നിൽക്കുന്നുണ്ടോ? ഓൾഡ് സാധനമാണ് മോനെ. അതൊക്കെ മേലെ പെട്ടി നോക്ക്, ഇവിടുത്തെ പെട്ടി നോക്ക്, തിളക്കം നോക്കി. പിന്നെ കുറെ നേരം ഈ മിന്നൽ തന്നെ കത്തുന്നു. ഇവിടെ ഇതൊക്കെ ഗ്ലാസ് ആട്ടെ കാണിച്ചത്, ഇവിടെയൊക്കെ ഗ്ലാസ്സാ. എന്തുണ്ണിയെ അത് പ്ലാനോ സാംസങ് 2005 ഇറങ്ങിയ ടി വി. എന്തുണ്ണി ഞാൻ നന്നാക്കില്ല ഉണ്ണിയെ, ടി വി നന്നാക്കില്ല. എന്തുണ്ണി നന്നാക്കുണ്ണി, ഓൾഡ് ടി വി ഉണ്ണിയെ. ചെക്കന്മാരത്ത് അറിയാം, നമ്മളടുത്ത് വീട്ടിൽ ഓൾഡ് ടി വി ഉണ്ട്, ജവാന്റെ കാലത്ത് ഇറങ്ങിയ ടി വി ഉണ്ട് പറയാം. ആ പറഞ്ഞ ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ചു കൊടുത്തായി. തൈക്കുണ്ടോ നീ? ചോറിച്ചില്ല തൈ നീക്കുണ്ടോ? മീൻകറിയാ? മീൻകറിയാടാ, വലിയ മീൻ മേടിച്ചു. വിശ്വാസമില്ല, അവിടെ വലിയ മീനാ. അവൻ്റെ വീട്ടിൽ ആ ടി വിക്ക് 500 രൂപയ്ക്ക് ടി വി കിട്ടിയായിരുന്നു. പണ്ടത്തെ ഏതോ ടി വി കിട്ടി 500 രൂപയ്ക്ക് കിട്ടിയത്. അത് അപ്പം തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അത് നന്നാക്കിയിട്ട് ചാനലൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് അതിൽ ടി വി ആണെന്നുള്ള ഒരു പ്രതീക്ഷയിലെ ടി വിയുടെ സൈസൊക്കെ കാണും, എന്ത് വലുതറിയോ. വലിയ ടി വി അടിപൊളി വെച്ചിട്ടായിരിക്കും അവിടെ കൊണ്ടുപോയി വെച്ചത്. എത്ര 2005 അത് ഉണ്ടാക്കിയല്ല, അത് പുറത്തേക്ക് ഇറക്കിയത് 2025 2005 നോക്ക് മീൻകറി നോക്ക്. മീൻകറി കൂടി ചോറ് കഴിച്ചിട്ടേ എവിടെയൊക്കെ ഒന്ന് ഇവിടെ തന്നെ കിടക്ക, എവിടെ കടന്നുറങ്ങട്ടെ. ഞാൻ തണുക്കണി, എന്ത് തണുപ്പറിയോ. 2 പോപ്പ് പോയിച്ചിട്ടുണ്ടല്ലോ, 2 അട്ടിക്ക് വെച്ചിട്ട് കടന്നുറങ്ങട്ടെ. ഉണ്ണി അവിടെ നിന്ന് മേലെ ചോറ് കഴിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിക്കുമല്ലോ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്ത വ്ളോഗായിട്ട് നാളെ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.